എന്റെ പാപശാപമെല്ലാം നീക്കി കർത്തനെന്നെ ദൈവ പൈതലാക്കി മാറ്റി. എന്റെ പാപശാപമെല്ലാം നീക്കി കർത്തനെന്നെ ദൈവ പൈതലാക്കി മാറ്റി. സന്താപങ്ങൾ തീർന്നിന്നാകയാൽ ഞാൻ പാടും സന്തോഷത്തിൻ സംഗീതമുച്ചത്തിൽ. സന്താപങ്ങൾ തീർന്നിന്നാകയാൽ ഞാൻ പാടും സന്തോഷത്തിൻ സംഗീതമുച്ചത്തിൽ. കർത്താവിനായി പാരിലെന്റെ ജീവകാലമെല്ലാം പാർത്തിടും ഞാൻ സ്തോത്രഗീതം പാടി. പാർത്തിടും ഞാൻ സ്തോത്രഗീതം പാടി കർത്താവിനായി. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാഖി പ്രവാചക പുസ്തക പഠനത്തിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മോർണിംഗ് വോയിസിലൂടെ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് മലാഖി പ്രവാചക പുസ്തകമാണല്ലോ. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം കഴിഞ്ഞ ആഴ്ച നാം ചിന്തിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. അവിടെ ദൈവം ഇങ്ങനെ പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ദൈവം പറഞ്ഞതിന് ശേഷം എന്നാൽ നിങ്ങൾ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുക. എന്നാൽ നിങ്ങൾ, ഈ എന്നാൽ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നാൽ അപ്പോൾ എന്തോ വിപരീതമായിട്ടൊരു കാര്യം അവരോട് പറയാനായിട്ടുള്ളത് കൊണ്ടാണ് എന്നാൽ എന്ന ഒരു പ്രയോഗം അവിടെ വന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്നാൽ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു. അപ്പോൾ ഒരു വിപരീതമായിട്ടുള്ളൊരു ചോദ്യം ഇവർ ചോദിക്കുന്നത് കൊണ്ടാണ് എന്നാൽ നിങ്ങൾ എന്ന്. ഒരാളോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് ഇത്രത്തോളം വലിയ ഉപകാരങ്ങളൊക്കെ ചെയ്തു, എന്നാൽ നിങ്ങൾ എനിക്ക് വിരോധമായിട്ടാണ് പ്രവർത്തിച്ചത്. ഞാൻ നിങ്ങളെ കരുതി, നിങ്ങളെ ഉപദേശിച്ചു, നിങ്ങളെ സ്നേഹിച്ചു, എന്നാൽ നിങ്ങളത് കേട്ടില്ല, നിങ്ങൾ എനിക്ക് വിരോധമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു കാര്യം പറയുന്നത് പോലെയാണ് ഇവിടെ ദൈവവും എന്നാൽ നിങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ എന്നാൽ എന്ന വാക്ക് വരുമ്പോൾ തന്നെ നാം മനസ്സിലാക്കണം, അവിടെ ദൈവം സ്നേഹിച്ച ആ സ്നേഹത്തെ ഈ ജനം തിരിച്ചറിയാതെ അതിന് വിരോധമായി എന്തോ ചെയ്യുകയോ പറയുകയോ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇവർ ഒരു ചോദ്യം ആ ദൈവത്തോട് ചോദിക്കുന്നത്, നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു? ഒരു ചോദ്യമാണ്. ആ ചോദ്യം സംബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇവിടെ എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു, നിങ്ങൾ എന്ന പ്രയോഗം ഈ 1-ാം അധ്യായത്തിൽ തന്നെ 15 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു വാക്കാണത്. നിങ്ങൾ ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. ഇതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണുകയും ഇസ്രായേലിൻ്റെ അതിനപ്പുറത്തോളം വലിയവൻ എന്ന് പറയുകയും ചെയ്യും. ഇനി 6-ാം വാക്യത്തിൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. 7-ാം വാക്യത്തിൽ
നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു. ദൈവം ഓരോ കുറ്റങ്ങളാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ ഓരോ കുറവുകൾ, അവരുടെ മിസ്റ്റേക്കുകൾ, അവരുടെ പാപങ്ങൾ, അവരെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി നിങ്ങൾ എന്ന് പറയുകയാണ്. പിന്നെ നിങ്ങൾ പറയുന്നതിനാൽ, നിങ്ങൾ യഹോവയുടെ മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ, പിന്നെ നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിക്കുന്നു, നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയില്ല. നിങ്ങളോ യഹോവയുടെ മേശ മലിനമായിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നു. നിങ്ങൾ അതിനോട് ചീറുന്നു. നിങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ കാഴ്ചവെക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് അംഗീകരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇങ്ങനെ ഇസ്രായേലിൻ്റെ സ്വഭാവത്തെ, അവരുടെ ജീവിതത്തെ, അവർ ചെയ്തു വരുന്ന കാര്യത്തെ, അത് ഏതെല്ലാം വിധത്തിൽ തെറ്റാണോ ആ കാര്യങ്ങളെല്ലാം തന്നെ ദൈവം വളരെ വ്യക്തമായിട്ട് ഇസ്രായേലിനെ ഓർപ്പിക്കുകയാണ് ഈ അധ്യായത്തിൽ. അപ്പോൾ അവരെ നിങ്ങൾ, അല്ലയോ ഇസ്രായേലെ നിങ്ങൾ, അല്ലയോ യാക്കോബിൻ്റെ സന്തതിയെ നിങ്ങൾ എന്ന് വളരെ വ്യക്തമായിട്ട് ഇസ്രായേലിനെ പേര് ചൊല്ലി വിളിച്ച് ദൈവം സംസാരിക്കുകയാണ്. നോക്കണേ, ദൈവം എത്ര കൃത്യതയോടുകൂടിയാണ് അവരുടെ ഓരോ കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിനത് ബോധ്യമാകണം, ഇസ്രായേലിനത് കൃത്യമായിട്ട് മനസ്സിലാകണം. ഈ ജനത്തിന് അവരുടെ തെറ്റുകൾ, അവരുടെ പാപം എന്താണ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റെന്താണ്, അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ബോധ്യമാകും വിധത്തിലാണ് ദൈവം അവരോട് സംസാരിക്കുന്നത്. ഇത് പഴയ നിയമത്തിലെ മാത്രം കാര്യമല്ല. ഇങ്ങനെ ദൈവം ഇന്ന് സംസാരിക്കുന്നുണ്ടോ? നിശ്ചയമായിട്ടും ഉണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് സംസാരിച്ചു, പുതിയ നിയമത്തിൽ അങ്ങനെ സംസാരിക്കുന്നില്ലല്ലോ, നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്ന്. അങ്ങനെയല്ല. ദൈവം പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് ഇടപെട്ടതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ദൈവജനത്തോടും ഇടപെടുന്നു. എന്നോടും താങ്കളോടും ദൈവം ഇടപെടുന്നു. നമ്മുടെ മിസ്റ്റേക്കുകൾ, നമ്മുടെ കുറവുകൾ എന്തു തന്നെയാണോ അത് വ്യക്തമായിട്ട് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. സഭയുടെ കുറവുകൾ ദൈവം ചൂണ്ടിക്കാണിക്കുന്നു. കുടുംബങ്ങളുടെ കുറവുകളെ ദൈവം ചൂണ്ടിക്കാണിക്കുന്നു. വ്യക്തികളുടെ കുറവുകളെ ദൈവം ചൂണ്ടിക്കാണിക്കുന്നു. ഒരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം 51, 52, 53 വാക്യങ്ങൾ. സ്തെഫാനോസ് പ്രസംഗിക്കുന്ന ആ പ്രസംഗമാണ്, അതിൻ്റെ ഒടുവിലത്തെ ഭാഗമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തെഫാനോസിനെ പുരോഹിതന്മാർ വിസ്തരിക്കുമ്പോൾ അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വളരെ ശക്തിയോടുകൂടി ഈ സ്തെഫാനോസ് അവരോട് പറയുകയാണ്. അപ്പോൾ അവരോട് പറയുമ്പോൾ അന്നും അവരുടെ കുറവുകൾ എന്തായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നീണ്ട 400 വർഷങ്ങൾ അന്ധകാര യുഗങ്ങൾ കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു വന്നു. യോഹന്നാൻ സ്നാപകൻ വന്നു, ക്രിസ്തുയേശു വന്നു, പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടുന്ന സകല കാര്യങ്ങളും ചെയ്തു. അനേകർ രക്ഷിക്കപ്പെട്ടു, ആയിരങ്ങൾ കർത്താവിങ്കിലേക്ക് വന്നു. അപ്പോൾ ഇസ്രായേൽ ജനം പിന്നെയും ഇതേ പാപം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്തെഫാനോസ് അവരോട് പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് 51-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. നോക്കണം, പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും, അവിടെ വിളിച്ചു പറയുക നിങ്ങളും
എല്ലായ്പ്പോഴും മറുത്തു നിൽക്കുന്നവരാണ്. 2, പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഉപദ്രവം ഇന്നും നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി 53-ാമത്തെ വാക്യത്തിൽ അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. നോക്കണം, നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങളും ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായിരിക്കുന്നു. 3 കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങളെല്ലായ്പ്പോഴും മറുത്തു നിൽക്കുന്നവരാണ്, നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവകാരികളാണ്, നിങ്ങളും ഉപദ്രവിക്കുന്നു. പിന്നെ നിങ്ങളിപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നിരിക്കുന്നു. ഈ വാക്കുകൾ കേട്ടിട്ടും അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. നോക്കണം പ്രിയമുള്ളവരെ, ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ ആവർത്തിക്കുന്നത്? ദൈവം വ്യക്തമായിട്ട് നിങ്ങൾ 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 എന്ന് ചൂണ്ടിക്കാണിച്ച് കൃത്യതയോടെ ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ ദൈവം ഇടപെട്ടു, സംസാരിച്ചു. എന്നിട്ടും മാനസാന്തരം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതേ കാര്യം തന്നെ ഇന്നും ദൈവം ദൈവസഭകളോട് ദൈവമക്കളോട് പറയുക. എന്താ പറയുന്നത്? നിങ്ങൾ എന്താണ്? മാനസാന്തരപ്പെടണം. അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. പക്ഷെ നിങ്ങൾ നേരെ എനിക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവക്കാരായി മാറിയിരിക്കുകയാണ്. ഇന്ന് ദൈവജനത്തിൻ്റെ മനോഭാവം അങ്ങനെ മാറിയിരിക്കുന്നു എന്നുള്ളത് ദുഃഖകരമായൊരു കാര്യമാണ്. ഒരു വലിയ മാനസാന്തരം ആവശ്യമുണ്ട്. നമ്മെ സ്നേഹിച്ച ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുവാൻ, ചോദ്യം ചെയ്യുവാനായിട്ടല്ല, മറിച്ച് എൻ്റെ കർത്താവേ, പാപിയായ നീ എന്നെ സ്നേഹിച്ചല്ലോ, പാപിയായ എന്നോട് നീ കരുണ കാണിച്ചല്ലോ, എനിക്ക് രക്ഷ തന്നല്ലോ, സ്തോത്രം കർത്താവേ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അനുസരിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. അങ്ങനെ വരുന്ന നാളുകളിൽ കർത്താവിന് ഉണ്മയായി സ്നേഹിച്ചുകൊണ്ട് സന്തോഷമുള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ.